ബ്ലാസ്റ്റേഴ്സ് ഇനി കളിക്കാവുന്ന 4 മത്സരം എന്ന് പറഞ്ഞാൽ മോഹൻ ബഗാൻ, എഫ് സി ഗോവ, മുംബൈ സിറ്റി, ഹൈദരാബാദ് FC ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫസ്റ്റ് ലെഗിൽ നമ്മൾ ഇവർ 4 പേരായിട്ടും തോറ്റിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി വരാൻ പോകുന്ന മത്സരമാണ് മോഹൻ ബഗാൻ എന്നുള്ളത്. ഇവർക്കെതിരെ തോറ്റാൽ ഏകദേശം പ്ലേ ഓഫ് സ്വപ്നങ്ങളും അവസാനിക്കും. എന്നാൽ നിങ്ങൾ ഇതൊരു ആലോചിച്ചിട്ടുണ്ടോ? ഹൗ മോഹൻ ബഗാൻ വിക്കം ദിസ് മോഹൻ ബഗാൻ എന്നുള്ളത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മോഹൻ ബഗാൻ ഇത്രയും സ്ട്രോങ് ആയത്? ഞാൻ പറഞ്ഞു തരാം. ഇതിലോട്ട് ഡീപ്പായി കിടക്കുന്ന മുമ്പ് ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ 100K എന്ന വലിയ ഫാമിലിക്ക് തന്നെ കുറച്ച് മെമ്പേഴ്സിന് ആവശ്യമുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം മോഹൻ ബഗാന്റെ ടീം ഒരിക്കലും 1-2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ടല്ല ഇങ്ങനെ ആയിട്ടുള്ളത്. എൻ്റെ ഒരു സ്ട്രോങ് ബിലീഫ്, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, അത് അന്ന് അബ്ബാസ്, റോയ് കൃഷ്ണയും ഡേവിഡ് വില്യംസിലൊക്കെ സൈൻ ചെയ്ത ആ ഒരു വർഷം തൊട്ട് തുടങ്ങിയ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അന്നിട്ട ഒരു ബേസ്മെൻറ്റിൽ തന്നെയാണ് ഇന്ന് നിൽക്കുന്ന ഈ ഒരു മോഹൻ ബഗാനിലേക്ക് അവർ മാറിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്സ്. ഒരിക്കലും ഒരു ഷോർട്ട് പ്രോസസ്സിലൂടെ ഒരു ടീമിനും ഇങ്ങനെ ആകാൻ സാധിക്കില്ല. ഇങ്ങനെ പറയുന്നേക്കാൾ നല്ലത് ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞുതരാം. 80K ആട്ടെ, 80K MB ആട്ടെ, മോഹൻ ബഗാൻ ആട്ടെ, ദേ ഓൾവേസ് ടോപ്പ് ഓൺ ദ പേപ്പർ ആൻഡ് ഓൾവേസ് ടോപ്പ് ഓൺ ദ ഗ്രൗണ്ട്. പേപ്പറിൽ ടോപ്പ് ആണെങ്കിൽ ഗ്രൗണ്ടിലും ടോപ്പ് ആകില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും എല്ലാ വർഷവും ഉയർത്തുന്നതാണ്. എന്നാൽ അത് മാത്രം പോരാ. അതൊരു മികച്ച ഉദാഹരണം തന്നെയാണ് അവരുടെ തന്നെ ആ ജന്മശത്രുക്കളായ ഈസ്റ്റ് ബംഗാളിനെ ഈ വർഷത്തെ അവസ്ഥ. ദെൻ ദ മെയിൻ ക്വസ്റ്റ്യൻ കംസ്, ഹൗ മോഹൻ ബഗാൻ ഈസ് ഏബിൾ ടു ബി സോ കൺസിസ്റ്റന്റ് ഇൻ ISL. അടുപ്പിച്ച 5 ISL പ്ലേ ഓഫ് കളിക്കാന്നുള്ളത് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. അങ്ങനെയാണ് ഇവർ ഈ സക്സസ് നേടിയെടുത്തത്. നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ ചരിത്രത്തിൽ തന്നെ, എന്ന് വെച്ചാൽ മെർജിങ് 80K ആൻഡ് മോഹൻ ബഗാൻ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ അധികം ഹെഡ് കോച്ചസിനെ ആരും ട്രൈ ചെയ്തിട്ടില്ല. ബിക്കോസ് ദേ വാണ്ട് ടു കണ്ടിന്യൂ ദർ സിസ്റ്റം, അല്ലെങ്കിൽ അവരുടെ സിസ്റ്റമായിട്ട് അഡ്ജസ്റ്റ് ആവുന്ന പ്ലേയേഴ്സിനെയും കോച്ചസിനെയും മതി അവർക്ക്. അതിൻ്റെ ഒരു ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ അബ്ബാസ് എന്നുള്ളത്. വിനോ ഏകദേശം 5 years അദ്ദേഹം ISL നമ്മുടെ മോഹൻ ബഗാനെയും 80K ആയിട്ട് അദ്ദേഹം കോച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി വാസ് നോട്ട് അറ്റ് ഓൾ എ ഫ്ലോപ്പ്. വിനോ ISL, ഷീൽഡ്, അങ്ങനെ എല്ലാ നേട്ടങ്ങളും അവർക്ക് അദ്ദേഹം നേടിക്കൊടുത്തിട്ടുമുണ്ട്. ഇപ്പൊ സൈൻ ചെയ്തിരിക്കുന്ന മൊലീനിയോ ആണെങ്കിൽ പോലും നമുക്കറിയാം 2016 അദ്ദേഹം 80K കപ്പ് നേടിക്കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കുറെ പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലോപ്പ് സൈനിങ് ആകില്ലേ, അല്ലെങ്കിൽ അന്നത്തെ ISL അല്ല ഇന്നത്തെ ISL എന്നുള്ളത്. എന്നാൽ ജസ്റ്റ് ലുക്ക് അറ്റ് ഹിസ് റെക്കോർഡ്. നമുക്കറിയാം ലാസ്റ്റ് 9 ഹോം ഗെയിംസ് അവർ ജയിച്ചിട്ടുണ്ടായിരുന്നു. 5 സ്ട്രേറ്റ് പ്ലേ ഓഫ് കളിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ്, പിന്നെ ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നതും ഇപ്പോൾ മോഹൻ ബഗാൻ തന്നെയാണ്. ഒരു സർക്കിൾ തുടങ്ങുന്നത് അബ്ബാസിലാണ്, എൻഡ് ചെയ്യുന്നതും അബ്ബാസിൽ തന്നെയാണ്. ശരിക്കും അദ്ദേഹം തന്നെയായിരുന്നു ഒരു ബേസ്മെന്റ് ഇട്ട് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ബിഗ് നെയിംസ് ISLലേക്ക് കൊണ്ടുവന്നാൽ ബിഗ് ടൈറ്റിൽസ് അല്ലെങ്കിൽ ബിഗ് റിസൾട്ടും കൊണ്ടുവരാൻ സാധിക്കുമെന്നും പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നതും അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹം ഇട്ടുവെച്ച ഒരു ബേസ്മെന്റിൽ തന്നെയാണ് ഇപ്പോഴുള്ള മോഹൻ ബഗാൻ ഇങ്ങനൊരു മോഹൻ ബഗാനായി മാറിയതും. പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ടീമിന് നല്ലൊരു ബേസ്മെന്റും നല്ല വിഷനുള്ള ഒരു കോച്ചും ഉണ്ടെങ്കിൽ, മോർ ഓവർ മാനേജ്മെന്റിന് ഒരു ട്രസ്റ്റും അദ്ദേഹത്തിലുണ്ടെങ്കിൽ, ടീം ക്യാൻ അച്ചീവ് റിസൾട്ട്സ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മോഹൻ ബഗാൻ എന്നുള്ളത്. സബ്ജക്റ്റിൽ നിന്ന് ഇച്ചിരി മാറിപ്പോയി, എന്നാൽ നമുക്ക് തിരിച്ചു വരാം. മെയിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അറിയേണ്ട ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്. രണ്ടാമത്തേത് മോഹൻ ബഗാന്റെ വീക്ക്നെസ് എന്താണ്. മൂന്നാമത്തേത് നമ്മുടെ പ്ലേ ഓഫ് ചാൻസിലാണ്. ഈ 3 കാര്യങ്ങളായിരിക്കും ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മോഹൻ ബഗാന്റെ വീക്ക്നെസ്. പോയിന്റ് സ്റ്റേബിളിൽ ഫസ്റ്റ് ജയിക്കുന്നു. നമുക്കറിയാം ഏകദേശം ഈ വർഷം ഷീൽഡ് അവർക്ക് തന്നെയാണ്. അങ്ങനെ ഒരു ടീമിന്റെ വീക്ക്നെസ് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സ്റ്റിൽ നമുക്ക് പറയുവാണെങ്കിൽ ഈ ഒരു പോയിന്റ് ആദ്യം തന്നെ പറയാൻ സാധിക്കും. വേറെ ഒന്നുമല്ല, മോഹൻ ബഗാൻ ഈ വർഷം മൊത്തം അടിച്ചിട്ടുള്ളത് 39 ഗോളുകളാണ്. അതിൽ 16 വന്നിട്ടുണ്ടായിരുന്ന സെറ്റ് പീസുകളിലായിരുന്നു. ബാക്കി 23 ഗോളുകൾ മാത്രമായിരുന്നു അവർക്ക് ഓപ്പൺ പ്ലേയിൽ നിന്ന് വന്നിട്ടുള്ളത്. വീക്ക്നെസ് എവിടെയാണെന്നുള്ളതല്ലേ. അവർ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഇതുവരെ 23 ഗോളുകളെ സ്കോർ ചെയ്തിട്ടുള്ളൂ. ബാക്കി 16 വന്നിട്ടുണ്ട് സെറ്റ് പീസിൽ നിന്നായിരുന്നു. സോ സെറ്റ് പീസ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മാക്സിമം സെറ്റ് പീസ് ഒരു സിറ്റുവേഷൻ ഒഴിവാക്കിയാൽ നമുക്കൊരു പകുതി അല്ലെങ്കിൽ ഒരു 30% ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ കയ്യിലേക്ക് വരും, അല്ലെങ്കിൽ അത്രത്തോളം ഡേഞ്ചർ സിറ്റുവേഷൻ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാൻ സാധിക്കും. സോ ഡോണ്ട് ഗീവ് ടു മച്ച് സെറ്റ് പീസ് സിറ്റുവേഷൻസ് ടു മോഹൻ ബഗാൻ. ഇതൊരു ഫസ്റ്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രെഗ് സ്റ്റുവർട്ട് മോഹൻ ബഗാന് വേണ്ടി കളിക്കുന്നില്ല. നമുക്കറിയാം ഈ വർഷം ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ലിസ്റ്റിലൊക്കെ അദ്ദേഹം ടോപ്പിൽ തന്നെയുണ്ട്. സോ അദ്ദേഹത്തിന് പകരമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലെങ്കിൽ പകരം പെട്രോസിനെ നമ്മൾ ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു. അദ്ദേഹത്തിനും ഇഞ്ചുറി ആവുന്നൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു, നോട്ട് കൺഫേംഡ്, സ്റ്റിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി അവർ ഇല്ലെങ്കിൽ അത് നമുക്കൊരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. ഇനി ഗ്രെഗ് സ്റ്റുവർട്ട് ഇല്ലാത്ത തന്നെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അദ്ദേഹം കൂടെ എന്ന് വെച്ചാൽ ഡിമിയും കൂടെ ഇല്ലെങ്കിൽ അത് അത്രയും കൂടെ പ്ലസ് പോയിന്റ് ആണ്. അത് നമുക്ക് നോക്കി തന്നെ കാണാം. ഈ മോഹൻ ബഗാന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അത് ഇഷ്ടം പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ഉണ്ടോ? ഉണ്ട്. മൾട്ടിപ്പിൾ ഗോൾ സ്കോറേഴ്സ് ഉണ്ടോ? ഉണ്ട്. സെറ്റ് പീസ് സിറ്റുവേഷൻ യൂട്ടിലൈസിങ് അതും ടോപ്പ് തന്നെയാണ്. ഈ 3 കാര്യങ്ങളാണ് അവരെ വ്യത്യസ്തരായി, അല്ലെങ്കിൽ പോയിന്റ് ടേബിൾ ആ ടോപ്പിൽ നിർത്തുന്നത്. അവർ 39 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 10 ഡിഫറെന്റ് ഗോൾ സ്കോറേഴ്സ് ഉണ്ട്. അതിൽ തന്നെ 4 ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ സുഭാഷിഷ് ബോസ്, ലിസ്റ്റൻ കൊളാസോ, മൻവീർ സിംഗ്, പിന്നെ ബിശ്വാസ്.
സുഭാഷിസ് ബോസ് 6 ഗോള്, മൻവീർ സിംഗ് 5 ഗോള്, ലിസ്റ്റൻ കൊളാസോ 4 ഗോള്, ബിശ്വാസ് 1 ഗോള്. ഇതാണ് ഇവരുടെ ഇന്ത്യൻ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ 10 ഡിഫറെൻറ്റ് ഗോൾ സ്കോറേഴ്സിൽ അവരുടെ 4 എണ്ണം ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ആണ്. അതെല്ലാം തന്നെ 6ഉം 5ഉം 4ഉം ഗോൾ സ്കോർ ചെയ്തേക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സ്. ഇതേ സമയം നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കാം. നമുക്കും 8 ഡിഫറെൻറ്റ് ഗോൾ സ്കോറേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഇരിക്കുന്നത് നമ്മുടെ ജിമിനസ് 11 ഗോള്, നോഹ 7 ഗോള്, പെപ്പര 5 ഗോള്. ബാക്കി എല്ലാവരും ഒരേ ഒരു ഗോൾ വെച്ച് സ്കോർ ചെയ്തിട്ടുള്ളൂ. അതെ, കൊയ്ഫ് 1, മിലോസ് 1, രാഹുൽ 1, ഡാനിഷ് 1, ഫ്രെഡി 1. ഇങ്ങനെയാണ് നമ്മുടെ ബാക്കിയുള്ള ലിസ്റ്റ് പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് മൊത്തം ഇന്ത്യൻ സ്കോറേഴ്സ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ രാഹുൽ, ഡാനിഷ്, പിന്നെ ഫ്രെഡി മാത്രമാണ്. ഇതിൽ തന്നെ രാഹുൽ ടീം വിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് നിലവിൽ ടീമിലുള്ളൂ. അതും 1 ഗോളുകൾ മാത്രം സ്കോർ ചെയ്ത്. ഇറ്റ്സ് എ ബിഗ് ഡിസഡ്വാൻറ്റേജ്. ഇനി നമുക്ക് പറയാം, എൻഡ് ഓഫ് ദ ഡേ ആര് ഗോൾ അടിക്കുന്നു ജയിക്കുന്നു മാത്രം നോക്കിയാൽ മതി. ആരടിക്കുന്നു ഇല്ല നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഒരു പോയിന്റാണ്. സ്റ്റിൽ പറയുമ്പോൾ നമുക്ക് പറയാലോ, ബ്ലാസ്റ്റേഴ്സിനും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് നമുക്ക് പറയാനാണെങ്കിൽ ഇങ്ങനെ പറയാം. കാരണം ഫെബ്രുവരിയിൽ നമ്മൾ 2 മത്സരമേ കളിക്കുന്നുള്ളൂ. അത് തന്നെ നമുക്ക് ഏകദേശം ഒരു 10-16 ദിവസം ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് മോഹൻ ബഗാനെതിരെ കളിക്കാൻ വരുന്നത്. സോ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചുറി കൺസേൺസ് ഒക്കെ മാറി പ്ലേയേഴ്സ് ഒന്നുകൂടെ റീയുണൈറ്റഡ് ആകാൻ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. സോ ഒരു 15 ദിവസത്തെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ അത്രത്തോടെ നല്ല പെർഫോമൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ 3 ഹോം മാച്ചസ് ആണ് നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത് മിച്ചമുള്ള 4 മത്സരത്തിൽ നിന്ന്. മോഹൻ ബഗാന്, മുംബൈ സിറ്റി, ജംഷഡ്പൂർ FC ഇവർക്ക് 3 പേർക്കെതിരെ നമ്മളൊരു ഹോം മാച്ചാണ് കളിക്കാൻ പോകുന്നത്. ഈ ചില അഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഞാൻ ജെന്യൂനായിട്ട് കാര്യം പറയട്ടെ, ഈ ഒരു 4 മത്സരം മിച്ചുണ്ടല്ലോ, ഇതിൽ മിനിമം 2 എണ്ണം ഞാൻ ഹൈദരാബാദ് FC കൂട്ടുന്നില്ല. എന്ന് വെച്ചാൽ ജംഷഡ്പൂർ FC, മുംബൈ സിറ്റി, മോഹൻ ബഗാൻ ഇവർ 3 പേർക്കെതിരെ ഒരു 2 വിജയമെങ്കിലും നമുക്ക് ഒപ്പിക്കാൻ സാധിച്ചെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് കാര്യമൊന്നും എനിക്കറിയത്തില്ല. സ്റ്റിൽ നമ്മൾ 2 മത്സരങ്ങളും ജയിക്കാൻ സാധിച്ചാൽ ഞാൻ ഹാപ്പിയാണ്. പ്ലേ ഓഫ് കയറിയില്ല എന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ കാര്യം മാത്രമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പണ്ട് നമ്മുടെ കിബു വിക്കുവിനെ പറഞ്ഞ പോലെ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ ടീം ഈസ് ദ ടീം തന്നെ. സോ ആസ് എ ടീം ഒരു പെർഫോമൻസ് എനിക്ക് കാണണം. ഒരു ടീമായിട്ട് എന്ന് വെച്ചാൽ ഈഗോ ക്ലാഷസോ അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനോ അങ്ങനെ എന്നാ പറയണ്ടേ, ഒരു ടീമായിട്ട് കളിക്കേണ്ട ഒരു കാഴ്ച എനിക്ക് കാണണം എന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും വിൻ ഓക്കെ ഒരു പോയിൻ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്ലേ ഓഫ് സാധ്യത കൂട്ടും, അതെല്ലാം ഓക്കെ. സ്റ്റിൽ ആസ് എ ടീം കളിച്ച് കാണുന്ന എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് ഗോൾ സ്കോർ ചെയ്യണം. അതുപോലെ ലൂണയുടെ ഒരു ഗോൾ കാണണം. ലൂണ, നോഹ ഒരുമിച്ചൊരു ഗോൾ. നമുക്കറിയാം കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് റീജോയിൻ ആയോ, അങ്ങനെ കുറേ ഇമോഷണൽ ഒരു പോയിന്റ്സ് കൂടെ ഉണ്ട്. അതെല്ലാം ഒന്ന് റീജോയിൻ ചെയ്ത് ഈ ഒരു സീസൺ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഒരു ഹാപ്പി ഫേസോടെ എൻഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മോർ ദാൻ പ്ലേ ഓഫ് എന്ന് ഞാൻ പറയും. ഒരു സങ്കടത്തോടെ എൻഡ് ചെയ്യുന്നേക്കാൾ നല്ലത് ഒരു ഹാപ്പി ഫേസോടെ എൻഡ് ചെയ്യുന്നത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. ഇനിയാണ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എല്ലാം കാത്തിരിക്കുന്ന ആ ഒരു ചോദ്യം, പ്ലേ ഓഫ് നടക്കുമോ ഇല്ലയോ, ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. 100% ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അതർ ടീം. നമുക്കറിയാം മറ്റ് ടീമിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇനി നമുക്കൊരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ പ്രധാന ലക്ഷ്യം BFC തന്നെയാണ്. BFC ഇനിയുള്ള മാച്ചസിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് BFC തോക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇനി നമുക്കത് കൂടുതലാക്കാം അല്ലെങ്കിൽ ഇരട്ടിയാക്കാം എന്ന് പറയാൻ സാധിക്കാം. BFC ഇനിയുള്ള കളികൾ തോക്കണം. 6ാമത് നിൽക്കുന്നത് ബംഗളൂരു FC 28 പോയിന്റാണ് 19 ഗെയിംസ് എന്നുള്ളത്. 19 ഗെയിംസുള്ള ഒഡീഷ FC 25 പോയിന്റാണുള്ളത്. 19 ഗെയിംസ് തന്നെ കളിച്ചിട്ടുള്ള KBFC 24 പോയിന്റാണുള്ളത്. അതിൻ്റെ താഴെ നിൽക്കുന്ന പഞ്ചാബ് FC നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് 23 പോയിന്റ് അവർക്കുണ്ട്. സ്റ്റിൽ 18 ഗെയിംസേ കളിച്ചിട്ടുള്ളൂ. പഞ്ചാബ് FC നൈസായിട്ട് ആരും വെറുപ്പിക്കാതെ നൈസായിട്ട് ചിലപ്പോൾ ക്വാളിഫൈ ആകാനും ചാൻസ് ഉണ്ട്. ബിക്കോസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ പഞ്ചാബ് FC അടുത്ത് കളിക്കാൻ പോകുന്ന ഒഡീഷ FCക്കെതിരെയാണ്. ഒഡീഷ FCയുടെ അഹമ്മദ് ജാഹു ഇല്ല, അതുകൂടാതെ 1-2 പ്ലേയേഴ്സ് വേറെയും കളിക്കുന്നില്ല. സോ നല്ലൊരു അഡ്വാൻറ്റേജിലാണ് ഈ പഞ്ചാബ് FC ഒഡീഷ FCക്കെതിരെ കളിക്കാൻ പോകുന്നത്. ഒഡീഷ FCക്കും പഞ്ചാബ് FCക്കും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് ഇനി വരാൻ പോകുന്നത്. ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്ലസ് പോയിന്റ് കൂടുതൽ പഞ്ചാബ് FCയുടെ കയ്യിൽ തന്നെയാണ്. ആ മാച്ച് നമുക്കും ഭയങ്കര ക്രൂഷ്യലായിരിക്കും. ഒരു സമനിലയിൽ പോകുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. സോ ഒരു സമനിലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ബംഗളൂരു FCയും JFCയും തമ്മിലൊരു മത്സരം വരാൻ പോകുന്നുണ്ട്. അതും നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതും നമ്മൾ JFC ജയിക്കണം. JFC ജയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. BFC തോക്കുകയും വേണം. അതും നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സോ നിങ്ങൾ എക്സാമാണ്, പഠിക്കുകയാണ്, ബുക്കൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ബുക്ക് അടയ്ക്കുക, ഫോൺ അടയ്ക്കുക, അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയി ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം മറ്റ് ടീമിൻ്റെ റിസൾട്ടും നമ്മളെ ഭയങ്കരമായിട്ട് ഇനി ഇൻഫ്ലുവൻസ് ചെയ്യും. ഇൻ കൺക്ലൂഷൻ, BFC വേഴ്സസ് JFC മത്സരത്തിൽ JFC ജയിക്കണം. PFC വേഴ്സസ് ഒഡീഷ FC മത്സരം ഒരു ടൈയിലും പോകണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇതാണ്, ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള ഗെയിംസ് എല്ലാം ജയിക്കണം. മോഹൻ ബഗാനെതിരെ നമ്മൾ ഒന്ന് തോറ്റാൽ പിന്നെ നമ്മൾ നോക്കണ്ട. കാരണം എസ്റ്റിമേറ്റ് ഒരു 34-32 പോയിന്റ് എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഇനി കോമ്പീറ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഒരു 6th പൊസിഷന് വേണ്ടി. നമുക്കിനിയുള്ള 4 മത്സരം ഭയങ്കര ക്രൂഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആസ് എ ടീം നമ്മൾ കളിക്കുക, ആസ് എ ടീം നമ്മൾ പോരിടണം. എന്തൊക്കെയാണെങ്കിലും എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടെങ്കിൽ നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.